യൂട്യൂബ് തുറന്നാലും ആഡായിട്ട് എപ്പോഴും റൺ ആവുന്ന ഒരു ആപ്പാണ് ആസ്ട്രോടോക്ക് ആപ്പ്. ഭാവിയെ കുറിച്ചിട്ടുള്ള നമ്മളെ ഉത്കണ്ഠയെ മുതലെടുക്കുന്ന ഒരുപാട് ടൂൾസ് പെട്ടതാണ് ഈ പറഞ്ഞതുപോലെ ആപ്പുകൾ. കമ്പ്യൂട്ടറിലൂടെ പ്രവചിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഓതന്റിക് ആണ്. കമ്പ്യൂട്ടർ നമ്മൾ പറയുന്ന അതേപടി ചെയ്യുന്നൊരു ഉപകരണമാണ്. അപ്പോൾ നമുക്ക് ലോകത്തെക്കുറിച്ച് ഒരുപാട് തെറ്റായ വിശ്വാസങ്ങളുണ്ടാകും. അന്ധവിശ്വാസം എന്ന് പൊതുവെ അതിനെ വിളിക്കുന്നത് രണ്ട് കാര്യങ്ങൾ അവിടെ വരുമ്പോഴാണ്. ഒന്ന്, ഭാവിയെ കുറിച്ചിട്ടുള്ളൊരു വ്യാകുലത കാണും. ഇതെല്ലാം മനുഷ്യന്റെ പേടിയിൽ നിന്ന് തന്നെ വരുന്നതാണ്. ഭാവി കൺട്രോളിലാണ് എന്ന ഒരു തോന്നൽ സ്വയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത്. നരബലി കൊടുത്ത ഒരു സിറ്റുവേഷൻ അത് കാണുമ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ നോർമലി ഒരു മനുഷ്യനെ കൊല്ലാൻ സാധ്യതയില്ല. അയാളുടെ ചില വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആ വിശ്വാസങ്ങൾ അയാൾ അടിച്ചേൽപ്പിച്ച് മറ്റാരൊക്കെയോ ഇത് നല്ല കാര്യമാണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ചിന്ത അയാളിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. ഏത് പ്രവൃത്തിയും ചെയ്യുന്ന ആളിന് ആ പ്രവൃത്തിയിലൊരു ന്യായീകരണം ഉണ്ടാവും. ക്രൈം എന്ന് പറയുന്നത് അത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറിയിട്ടുള്ളൊരു ഐഡിയ ആണ്. ചില കാര്യങ്ങൾ ഇന്ന് ക്രൈം ആണെങ്കിലും പണ്ട് ക്രൈമല്ല. മനുഷ്യർക്ക് പൊതുവിലൊരു പ്രത്യേകതയുള്ളത് സ്വന്തം നിലനിൽപ്പിലേക്ക് ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ആക്ട് ചെയ്യാൻ തോന്നുന്നത്. അവിടെ ആയിരിക്കാം ചിലപ്പം ഈ പറഞ്ഞ കോക്രോച്ചസ് അഡ്രസ് ചെയ്ത സമയത്ത് ട്രിഗേർഡ് ആയത്. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കളുടെ പ്രശ്നമായിട്ട് വന്നപ്പോൾ കുറച്ച് പേർക്ക് ഉണർവ് വന്നാണ്. ഇനിയും ഒരുപാട് പേർക്ക് ഇനിയും ഉണർവ് വരാനുണ്ട്. അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള വേർതിരിക്കൽ ഇച്ചിരി ഒരു ബ്ലറായിട്ടുള്ളൊരു ലൈനാണ്. നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന കാര്യം ശരിയെന്ന് നമ്മുടെ അംഗീകാരമല്ല ആക്ച്വൽ ശരി തീരുമാനം. ഈ വിശ്വാസം അന്ധവിശ്വാസമാകും. എല്ലാ തെറ്റായ വിശ്വാസങ്ങളും അന്ധവിശ്വാസമായി തുടങ്ങും. ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ഔട്ട്കം നിങ്ങൾ അങ്ങനെ ഒരു ബന്ധം ആരോപിക്കുകയാണെന്ന് സൂപ്പർ നാച്ചുറൽ ബന്ധമാണ്. കാരണം നേച്ചറിൽ അങ്ങനെ ഒരു ബന്ധമില്ല. എവിടെയാണ് ഈ ചേഞ്ച് വരേണ്ടത്? എഡ്യൂക്കേഷനിൽ ചേഞ്ച് വരുന്നതിന് മുമ്പ് സമൂഹത്തിൽ ആളുകളുടെ മെന്റാലിറ്റിയിലാണ് മാറ്റം വരുന്നത്. നമ്മൾ പറയുമല്ലോ ജോലി കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തത്? ആരോ ഉണ്ടാക്കിയ ജോലി നേടാനാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. സയൻസ് ഒരു സബ്ജക്റ്റ് അല്ല, മറിച്ചൊരു ലൈഫ് സ്റ്റൈൽ ആണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. സൈന സ്റ്റോറീസ് പ്ലസിൽ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ട്രിവാൻഡ്രം MG കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വൈശാഖൻ തമ്പിയാണ്. സ്വാഗതം. നമസ്കാരം. ഈ വിശ്വാസം സാറിൻ്റെ പല ഇൻ്റർവ്യൂസിലും ടോക്സിലും ഞാൻ കേട്ടിട്ടുണ്ട്, വിശ്വാസവും സയൻസും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ള കാര്യം. അപ്പോൾ വാട്ട് ഇസ് ബിലീഫ്? എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ശരിയെന്ന് നമ്മൾ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസങ്ങൾ. അതിൽ ശരിയെന്ന് നമ്മുടെ അംഗീകാരമല്ല ആക്ച്വൽ ശരി തീരുമാനിക്കുന്നത്. അതിനാണ് നമ്മൾ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ വസ്തുനിഷ്ഠം എന്ന് പറയുന്നത്. അപ്പോൾ അത് ചില കാര്യങ്ങൾ നമ്മൾ ഇനി ആരായിക്കൊള്ളട്ടെ, നമ്മൾ എത്ര പഠിച്ച ആളായിക്കൊള്ളട്ടെ, എത്ര വിദ്യാഭ്യാസമുള്ള ആയിക്കൊള്ളട്ടെ, ഏത് ജോലി ചെയ്യുന്ന ആളായിക്കൊള്ളട്ടെ, എത്ര പൈസയുള്ള ആളായിക്കൊള്ളട്ടെ, എല്ലാവരും ലോകത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് അവരവരുടെ മസ്തിഷ്കം വെച്ചിട്ടാണ്. നമ്മൾ അതിനെ പൊതുവെ വിളിക്കുന്നത് സബ്ജക്റ്റീവ് റിയാലിറ്റി എന്നാണ്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു തീരുമാനിക്കുന്നത് ഈ ലോകത്തെക്കുറിച്ച് എന്താണ് യാഥാർത്ഥ്യം എന്നാണോ ഞാൻ കരുതി വെച്ചിരിക്കുന്നത്. അതിനെ പൊതുവെ നമുക്ക് മെൻ്റൽ മോഡൽ എന്ന് വിളിക്കാം. നമ്മുടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, നമ്മൾ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട്. മെൻ്റൽ മോഡൽ ഓഫ് ദ യൂണിവേഴ്സ്. അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഉദാഹരണത്തിന് ഒരു മരത്തിന് ചുവട്ടിലിരിക്കുന്ന ഒരു കല്ലിന് എൻ്റെ ഭാവിയെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനൊരു ലോകമാണ് എൻ്റെ മനസ്സിലെങ്കിൽ ആ കല്ലിന് മുമ്പിൽ ചെന്ന് ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിക്കും. വേറൊരാൾ അത് അങ്ങനെ കരുതുന്നില്ല. ആ കല്ല് അയാളുടെ ഭാവി എന്ന് വരും. അപ്പോൾ അയാൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് പക്ഷേ അപ്പോഴും രണ്ടുപേരുടെയും മസ്തിഷ്കത്തിൻ്റെ ഇവാലുവേഷനാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ചില കാര്യങ്ങൾ മസ്തിഷ്കത്തിൻ്റെ ഇവാലുവേഷൻ, ഒരു മസ്തിഷ്കത്തിൻ്റെ ഇവാലുവേഷൻ തന്നെ മതി. ഞാൻ ഇവാലുവേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ചുറ്റുപാടുകളെ നമ്മൾ വിലയിരുത്തുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കഴിക്കുമ്പോൾ ദോശയോടൊപ്പം ചമ്മന്തിയാണോ സാമ്പാറാണോ നല്ലത്, ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. എൻ്റെ മസ്തിഷ്കം മാത്രം ഇടപെട്ടാൽ മതി. അതിൽ വേറെ ആളുടെ മസ്തിഷ്കത്തിന് അവിടെ ഒരു റോളും ഇല്ല. ഓക്കെ. അപ്പോൾ ഞാൻ പറയുകയാണ് ചമ്മന്തിയാണ് ദോശയോടൊപ്പം നല്ലത്, ശ്രീലക്ഷ്മി പറയുകയാണ് സാമ്പാറാണ് നല്ലത്. ഇതിന് ശരിയും തെറ്റുമില്ല. കാരണം ശ്രീലക്ഷ്മി അകത്തേക്ക് കഴിക്കുന്ന ദോശയോടൊപ്പം ശ്രീലക്ഷ്മിയുടെ മസ്തിഷ്കം സാമ്പാർ നല്ലതാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. എൻ്റെ മസ്തിഷ്കം ചമ്മന്തിയാണ് നല്ലതെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. പെർഫെക്റ്റ്ലി ഫൈൻ. പക്ഷേ വേറൊരു സംഗതി, ഇപ്പോൾ ഭൂമിയുടെ രൂപം ഉരുണ്ടതാണോ പരന്നതാണോ? ഈ ചോദ്യത്തിൽ നമ്മുടെ രണ്ട് മസ്തിഷ്കത്തിനും രണ്ട് ഇവാലുവേഷൻ സാധ്യത. അത് ഭൂമിയുടെ ഷേപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അത് നമ്മൾ എന്ത് വിചാരിച്ചാലും ഭൂമിക്ക് ഒരു ഷേപ്പ് ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറില്ല. അപ്പോൾ ഏതോ ഒരിടത്ത് അതിൻ്റേതായ ഒരു ഷേപ്പുണ്ട്. അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഒബ്ജക്റ്റീവ് റിയാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് പല മസ്തിഷ്കങ്ങൾ പല രീതിയിൽ കാണാം. ചിലപ്പോൾ എല്ലാ മസ്തിഷ്കങ്ങളും ഒരു രീതിയിൽ കാണുകയും യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കുകയും ചെയ്യാം. ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും ഒരു കാലത്ത് ഭൂമി പരന്നാണെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം അവരുടെ മസ്തിഷ്കം ഇവാലുവേറ്റ് ചെയ്തത് പരന്നായിട്ടാണ്. പക്ഷെ അപ്പോഴും ഭൂമി ഉരുണ്ടിട്ടായിരുന്നു.
പിന്നീട് കയറി ഉരുണ്ടതല്ലല്ലോ. അവിടെയാണ് നമ്മൾ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ സംഗതിയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലോകത്തെ കാണുമ്പോൾ വിശ്വാസവും അറിവും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഇവിടെയാണ്. ചിലപ്പോൾ നമ്മളുടെ വിശ്വാസം നമ്മുടെ മസ്തിഷ്കം പഠിച്ചു വച്ചേക്കുന്ന കാര്യം മാത്രമായിരിക്കും. അതിന് പുറം ലോകത്തെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമായിട്ട് ബന്ധം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇത് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ വിശ്വാസത്തിൻ്റെയും അറിവിൻ്റെയും ഒരു ഡിഫറൻസ് പറഞ്ഞില്ലേ, അതുപോലെ ഇപ്പം എന്നെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സാറ് പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് ദോശയുടെ കൂടെ ചട്നിയാണ് നല്ലതെന്ന് സാറിന് തോന്നുന്നു, സാമ്പാറാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇപ്പം നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നില്ല. ഇല്ല, ഇതിൻ്റെ കൂടെ സാമ്പാർ തന്നെ കഴിച്ചാൽ മതി എന്ന് ഞാനും ചട്നി തന്നെ കഴിച്ചാൽ മതി എന്ന് സാറും പറയുന്നില്ല. അപ്പോൾ അവിടെ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുന്നില്ല. പക്ഷേ ഭൂമിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അവിടെ നമുക്ക് നമ്മളുടെ വിശ്വാസം കൊണ്ട് കാര്യമില്ല. കാരണം ഫാക്ട് മറ്റൊന്നാ, യാഥാർത്ഥ്യം മറ്റൊന്നാ. അപ്പം ഈ വിശ്വാസം അന്ധവിശ്വാസം എവിടെ നിന്നാണ് ഈ വിശ്വാസം അന്ധവിശ്വാസത്തിലോട്ട് കടക്കുന്നത്? അതിൻ്റെ ഒരു ലൈൻ എങ്ങനെയാണ്? വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള വേർതിരിക്കൽ ഇച്ചിരി ഒരു ബ്ലറായിട്ടുള്ളൊരു ലൈനാണ്. പക്ഷെ പൊതുവിൽ നമ്മുടെ സമൂഹത്തിൻ്റെ രീതി വെച്ചിട്ട് അന്ധവിശ്വാസത്തിൻ്റെ രണ്ട് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ അറിവുകളും നമ്മുടെ വിശ്വാസങ്ങളാണ്. കാരണം നമ്മുടെ അറിവാവണമെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ വിശ്വസിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളതിനെ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഡിനയേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. കാലാവസ്ഥ മാറ്റം നടക്കുന്നില്ല എന്ന് കരുതുന്ന ആൾക്കാരാണ്. അപ്പോൾ കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്നത് ഫാക്റ്റ് അവരുടെ അറിവല്ല, കാരണം അവരത് നിഷേധിക്കുക. അപ്പം അവരും കൂടെ അത് വിശ്വസിച്ചാലേ അവരുടെ അറിവായിട്ട് അത് മാറും. പക്ഷേ അപ്പോൾ എല്ലാ അറിവും വിശ്വാസമാണ്, പക്ഷേ എല്ലാ വിശ്വാസവും അറിവാവില്ല. വിശ്വാസത്തിന് വേറെയും കുറേ പാരാമീറ്റേഴ്സ് കൂടെ ചേരുമ്പോഴാണ് അത് അറിവാകുന്നത്. ഈ വിശ്വാസം അന്ധവിശ്വാസമാകുന്നു. എല്ലാ തെറ്റായ വിശ്വാസങ്ങളും അന്ധവിശ്വാസമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് ലോകത്തെക്കുറിച്ച് ഒരുപാട് തെറ്റായ വിശ്വാസങ്ങളുണ്ടാകും. അന്ധവിശ്വാസം എന്ന് പൊതുവെ അതിനെ വിളിക്കുന്നത് രണ്ട് കാര്യങ്ങൾ അവിടെ വരുമ്പോഴാണ്. ഒന്ന്, അതിൽ ഭാവിയെക്കുറിച്ചിട്ടുള്ളൊരു വ്യാകുലത കാണും. പൊതുവിൽ അന്ധവിശ്വാസങ്ങളുടെ ഒരു സ്വഭാവമാണ്. അത് നമ്മൾ ആ അന്ധവിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നത് ഭാവിയിൽ വരാൻ പോകുന്ന എന്തോ ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഭാവിയിൽ വരുന്ന ചില ഗുണങ്ങൾ വരുത്താനോ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നോക്കിയാൽ മതിയല്ലോ. ഇപ്പോൾ നമ്മൾ ദോഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന അന്ധവിശ്വാസങ്ങളുണ്ട്, നല്ലത് വരുത്താൻ വേണ്ടി ചെയ്യുന്ന അന്ധവിശ്വാസങ്ങളുണ്ട്, സ്വയം ഒരു പ്രതീക്ഷ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന അന്ധവിശ്വാസങ്ങളുണ്ട്. ഇങ്ങനെ കുറേ ടൈപ്പ്. അതിലെല്ലാം ഈ ഭാവി എന്ന് പറയുന്നത് ആ വ്യാകുലത ഒരു കോമൺ എലമെൻ്റാണ്. രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഈ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നേച്ചർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നതിനെ കുറിച്ച് സയൻസിലൂടെ നമ്മൾ മനസ്സിലാക്കിയ വളരെ സോളിഡ് ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കിന്നുണ്ട്. പ്രകൃതിയിലെ കാര്യങ്ങൾ നമ്മളെ പരസ്പരം അതിന് യോജിക്കാത്ത, അതിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊരു കാര്യം വിശ്വസിക്കുന്നതെങ്കിൽ അതൊരു അന്ധവിശ്വാസമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ ഔട്ട്കം, അത് നിങ്ങൾക്ക് ആ ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഔട്ട്കം നിങ്ങളുടെ കൈ കെട്ടിയിരിക്കുന്ന ചരടുമായിട്ട് ബന്ധപ്പെട്ടതാണോ? നിങ്ങൾ അങ്ങനെ ഒരു ബന്ധം ആരോപിക്കുകയാണെന്ന് സൂപ്പർ നാച്ചുറൽ ബന്ധമാണ്. കാരണം നേച്ചറിൽ അങ്ങനെ ഒരു ബന്ധമില്ല. ആ സൂപ്പർ നാച്ചുറൽ ബന്ധം ആരോപിക്കുമ്പോൾ അതൊരു അന്ധവിശ്വാസമായിട്ട് മാറും. നിങ്ങളിടുന്ന ലക്കി സോക്സോ ഇതെല്ലാം മനുഷ്യൻ്റെ പേടിയിൽ നിന്ന് തന്നെ വരുന്നതാണ്. ഭാവി കൺട്രോളിലാണ് എന്ന ഒരു തോന്നൽ സ്വയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അന്ധവിശ്വാസത്തിൻ്റെ രണ്ട് ലക്ഷണങ്ങൾ സാധാരണ ഇപ്പോൾ നമുക്ക് തെറ്റായ ഒരുപാട് അറിവുകൾ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ചെല്ലുമ്പോൾ ബസ് സ്റ്റോപ്പിലുണ്ടാകും, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ആ ബസ് ഉണ്ടാകും എന്ന് കരുതുന്നു. ബസ് ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. തെറ്റായ വിശ്വാസമാണ് നമ്മുടെ. പക്ഷേ അത് അന്ധവിശ്വാസമൊന്നും ആവില്ല. കാരണം അതിനകത്ത് എന്താണ്, ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലത എന്ന് പറയാനില്ല. അതിനകത്ത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമില്ല. ഈ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അന്ധവിശ്വാസമായിട്ട് മാറും. ഈ അന്ധവിശ്വാസത്തിൻ്റെ കാര്യവും ഈ ഭാവിയെ പറ്റിയിട്ടുള്ള ആകുലതയെ പറ്റിയും ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ്, അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നാലും ആഡായിട്ട് എപ്പോഴും റൺ ആവുന്ന ഒരു ആപ്പാണ് ആസ്ട്രോടോക്ക് ആപ്പ്. അത് ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങോട്ട് കൊടുത്താൽ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് ആഡിൽ പറഞ്ഞു വെക്കുന്നത്. അത് ഒരുപാട് ആക്ടേഴ്സിനെ വെച്ചിട്ടൊക്കെയാണ് അതിൻ്റെ ആഡ് റൺ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് പോയിട്ട് ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആണ്, ഇതൊക്കെയാണ് ആഡിൽ പറയുന്നത്. അതിനകത്ത് പോയിട്ട് ഈ പറയുന്ന റാഷണാലിറ്റിയെ പറ്റി സംസാരിക്കുന്ന ആളുകളും അന്ധവിശ്വാസങ്ങളെ പറ്റിയിട്ട് ധാരണയുള്ള ആളുകൾ പോലും അതിലോട്ട് പോകുന്നുണ്ട്. കാരണം അത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ ഭാവിയെ പറ്റിയിട്ടുള്ള ആകുലത എന്തെങ്കിലുമൊക്കെ ആവാം. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര അതിനകത്തൊരു വാസ്തവം ഉണ്ടാവത്തില്ല. നമ്മുടെ ഭാവി എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ഒന്നല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് അപകടം വരാനുണ്ടെങ്കിൽ നിങ്ങൾ അത് മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുകയാണെന്ന് വെച്ചോളൂ. ആ പ്രവൃത്തിയിൽ തന്നെ ഒരു വലിയ കോൺട്രഡിക്ഷൻ ഉണ്ട്. നിങ്ങൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവിയിൽ ആ അപകടം ഇല്ല. അപ്പോൾ പ്രവചനം തെറ്റിയില്ലേ? പ്രവചനം ശരിയാകുന്ന അതേപടി നടക്കുമ്പോഴാണ്. നിങ്ങളത് ഒഴിവാക്കാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് പ്രവചനം എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പ്രവചനം എന്ന് പറയുന്ന സംഗതിയിൽ തന്നെ ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് ഈ നമ്മുടെ അൺസർട്ടനിറ്റി ശരിക്കും ഒരു റിയൽ സംഗതിയാണ്. നമുക്ക് എപ്പോഴും ആ ഭാവി എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു അറിവില്ലായ്മ നമുക്കൊരു പേടിയുണ്ടാക്കും. റിയൽ അല്ലാത്ത കാര്യങ്ങൾ, ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഫിയറാണ് ശരിക്കും ആങ്സൈറ്റി. നിങ്ങളുടെ മുമ്പിലുള്ള സംഗതിയെ പേടിക്കുന്നതിന് ആങ്സൈറ്റി എന്ന് വിളിക്കില്ല. നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു പട്ടി നിങ്ങളെ ഒരു പേപ്പട്ടി കടിക്കാൻ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പേടിക്കും. അതിനകത്ത് ആങ്സൈറ്റി ഇല്ല, കാരണം ഫ്രണ്ടിലുള്ള റിയൽ സംഗതിയാണ്. പക്ഷേ നിങ്ങൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും പട്ടി ഉണ്ടാകുമോ, പട്ടി ഉണ്ടെന്നുള്ളതിന് ഗ്യാരണ്ടിയൊന്നുമില്ല, ഉണ്ടാകുമോ എന്ന ധാരണ ചിലപ്പോൾ നമ്മൾ ഇരുട്ടത്തെ റോഡിൽ കൂടെ നടന്നു പോകുമ്പം ഇവിടെ പട്ടി ഉണ്ടാവുമോ ഇങ്ങനെയൊക്കെ തോന്നുമ്പം അവിടെ ആങ്സൈറ്റി വർക്കും. അപ്പം ഭാവി ഇതുപോലാണ്. ഇരുട്ടത്ത് കിടക്കുന്ന ഒരു സ്ഥലം, ഇരുട്ടത്തോടെ നമ്മൾ നടക്കുന്ന പോലെയാണ് നമ്മൾ ഭാവി. കാരണം ഭാവിയെക്കുറിച്ച് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഉത്കണ്ഠ ആ കാര്യത്തിലുണ്ടാകും. എല്ലാ പ്രവചനശാസ്ത്രം എന്ന് പറയുന്ന വാക്ക് ഞാൻ ഇവിടെ ജാമ്യം എടുത്ത് പറയണം. നമ്മളെ മലയാളത്തിൽ ശാസ്ത്രം എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് ശാസിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ്. സയൻസിനെ നമ്മൾ ശാസ്ത്രം എന്ന് വിളിക്കുന്ന ആ അർത്ഥത്തിലല്ല. സയൻസിൽ ശാസനയൊന്നുമില്ല. അപ്പോൾ അത് പൊതുവെ പ്രവചന ശാസ്ത്രങ്ങൾ എന്ന് വിളിക്കുന്ന ഇപ്പോൾ കൈരേഖാശാസ്ത്രം, ജ്യോതിഷം, ഇതെല്ലാം ഒരു ശാസ്ത്രം എന്ന് സ്വയം പറയുമെങ്കിലും അത് സയൻസ് അല്ല, അത് ശാസന മാത്രമാണ്. പണ്ട് ഇങ്ങനെയൊക്കെ ആളുകൾ ശാസിച്ച് വെച്ചിട്ടുണ്ട്. അത് അതേപടി ആചാര്യന്മാരുടെ ഇങ്ങനെ പിന്തുടർന്ന് വരുന്നില്ല, അതിൻ്റെ മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാവിയെക്കുറിച്ചിട്ടുള്ള നമ്മളെ ഉത്കണ്ഠയെ മുതലെടുക്കുന്ന ഒരുപാട് ടൂൾസിൽ പെട്ടതാണ് ഈ പറഞ്ഞതുപോലെ ആപ്പുകൾ. ഇപ്പോൾ ഒരുപാട് പേര് കമ്പ്യൂട്ടറിലൂടെ പ്രവചിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഓതൻറ്റിക്കാണ് എന്ന് വരാം. കമ്പ്യൂട്ടർ നമ്മൾ പറയുന്ന അതേപടി ചെയ്യുന്നൊരു ഉപകരണമാണ്. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ എങ്ങനെയാകാം. പണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ നിങ്ങളുടെ യൂറിൻ ടെസ്റ്റിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ യൂറിനിൽ എത്ര ഷുഗറുണ്ട്, എത്ര ആൽബുമിനുണ്ട്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഭാവി പറയാം. അത് കമ്പ്യൂട്ടർ സുഖമായിട്ട് എഴുതിത്തരും. ഒരു പ്രോഗ്രാം നിങ്ങൾ അനുസരിച്ച് പ്രോഗ്രാമിംഗ് അറിയാവുന്ന ഒരു സാധാ സ്റ്റുഡൻറ്റിന് നല്ല ഒന്നാന്തരം ഒരു ആപ്പ് ഇതുപോലെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നൊന്നൊരു വിഷയമേ അല്ല, നമ്മൾ ആപ്പിനെ കുറിച്ചല്ല നമ്മൾ ബോധറിയേണ്ടത്. അതിനെ ആ ആപ്പിനെ സാധ്യമാക്കുന്ന, ആ ആപ്പിനെ അട്രാക്റ്റീവ് ആക്കുന്ന നമ്മുടെ ചില വീക്ക്നെസ്സുകളുണ്ട്. അത് നമ്മുടെ ഉത്കണ്ഠയാണ്. ആ ഉത്കണ്ഠയുടെ പരിഹാരം നമ്മൾ നമ്മുടെ ഭാവിയെക്കുറിച്ചൊരു നമ്മുടെ ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ നീക്കിയിരിപ്പൊന്നുമില്ല, നിങ്ങൾ കിട്ടുന്ന പൈസ അന്നന്ന് ചിലവാക്കുന്ന ആളാണ്. നിങ്ങൾ ഭാവിയെക്കുറിച്ച് കൂടുതൽ പേടിക്കണം. അതിനകത്ത് അന്ധവിശ്വാസമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് നാളെ ഒരു അപകടം വരാം. ഇറ്റ്സ് എ റിയൽ പോസിബിലിറ്റി. നിങ്ങൾക്ക് രോഗം വരാം, റിയൽ പോസിബിലിറ്റി. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നീക്കിയിരിപ്പില്ലെങ്കിൽ നിങ്ങൾ സഫർ ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ബാങ്ക് ബാലൻസ് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്നാൽ ഒരു എമർജൻസി ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് അന്ധവിശ്വാസമല്ലല്ലോ, ഇതൊരു റിയൽ കാൽക്കുലേഷനാണ്. അത് നമ്മുടെ ലൈഫിൻ്റെ ഗതിവിഗതികൾ എങ്ങനെയൊക്കെ ആകാം, അതിന് റിസ്ക് എന്താണ്, ആ റിസ്കിൽ നമ്മൾ എന്തൊക്കെ കരുതിയിരിക്കണം, നമുക്ക് ജനിതകമായിട്ട് ഡയബറ്റിക് ടെൻഡൻസി ഉള്ള ആളാണോ എന്നറിഞ്ഞിരിക്കാം. അപ്പോൾ ഡയബറ്റീസിന് നമ്മൾ എത്രത്തോളം പേടിക്കണം ഡിസിഷൻ എടുക്കാം. ഇതാണ് ഒരു റാഷണൽ ഡിസിഷൻ. ഇത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യം തന്നെ, പക്ഷേ ഇത് കുറച്ചുകൂടി ഇൻഫോംഡാണ്, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിസ്ക് അനാലിസിസ് അതിനകത്തുണ്ട്. പക്ഷേ മറ്റതല്ല, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ്ലി വേറെ ആരോ പറയുന്ന കാര്യത്തിന് മുകളിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ അവർക്ക് പൈസ കൊടുക്കുന്നു, നിങ്ങളുടെ സമയം അവിടെ ചിലവാക്കുന്നു, നിങ്ങൾ ജീവിതത്തെ നല്ലതാക്കാൻ പറ്റുന്ന നല്ല അവസരങ്ങൾ, റിയൽ ആയിട്ടുള്ള അവസരങ്ങളെ അവഗണിച്ചിട്ട് ഫേക്ക് ആയിട്ടുള്ള അവസരങ്ങളുടെ പിന്നാലെ പോകുന്നു. അതാണ് അവിടെ സംഭവിക്കുന്ന അപകടം. ഈ പറയുന്ന ആഡുകളൊക്കെ ഭയങ്കര മിസ്ലീഡിങ്ങാണ്. ആഡുകൾ ബേസിക്കലി മിസ്ലീഡ് ചെയ്താലല്ലേ ആഡ് വർക്ക് ചെയ്യുള്ളൂ. ആഡിൻ്റെ സ്വഭാവം നമ്മൾ അറിഞ്ഞിരിക്കണം. ആഡ് ചെയ്യുന്ന ആളിന് നമ്മളെ കൊണ്ട് ഗുണമുണ്ട്, നമ്മൾ തിരിച്ചാലോചിക്കുന്നു. നമുക്ക് അവരെ കൊണ്ട് ഗുണമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. ശരിക്കും ഈ പറഞ്ഞതും നമ്മളുടെ ആ ഒരു റാഷണൽ തിങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ടിരിക്കുന്ന കാര്യം തന്നെയാണല്ലേ. നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം അത്. ഒരാൾ നമ്മളുടെ അടുത്ത് ഒരു കാര്യം വിൽക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയല്ല അത്. ചിലപ്പോൾ നമുക്ക് വേണ്ടി കൂടി ഒരു പ്രവർത്തിക്കും. ഇപ്പം ഒരു റോഡിൽ നടന്നു പോകുമ്പം തണ്ണിമത്തൻ്റെ ജ്യൂസ് വിൽക്കുന്ന ആൾ, അദ്ദേഹം നമുക്ക് തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുമ്പോൾ കിട്ടുന്ന റീഫ്രഷ്മെൻ്റ് അല്ല അദ്ദേഹത്തിൻ്റെ ആവശ്യം. ആ തണ്ണിമത്തൻ ജ്യൂസ് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭമാണ്. നമുക്കത് കുടിക്കുമ്പോൾ നമുക്ക് റിയൽ ആയിട്ട് റീഫ്രഷ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ പെർസ്പെക്റ്റീവിൽ നല്ലത് തന്നെയാണ്. പക്ഷേ എപ്പോഴും ആലോചിക്കണം, അദ്ദേഹം നമുക്ക് ജ്യൂസ് തരുന്നത് അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗ്ഗമായിട്ടാണ്. ചിലപ്പോൾ അത് റിയൽ പ്രോഡക്റ്റ് ആയിരിക്കില്ല. തണ്ണിമത്തൻ ജ്യൂസ് റിയൽ പ്രോഡക്റ്റാണ്, പക്ഷേ ചിലപ്പോൾ ഒന്നുമില്ലാത്ത പ്രോഡക്റ്റ്. അതായത് ഈ പറഞ്ഞാൽ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറയുന്ന ആൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കും.
ഭാവി അഥവാ നിങ്ങളൊരു അതിനെ ആത്മാർത്ഥത്തോടെ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പിഴവ് വന്നാലും നിങ്ങൾ തന്നെ സ്വയം ന്യായീകരിക്കും. കാരണം നമ്മൾക്ക് പറ്റിയ തെറ്റ് പോലും നമ്മളങ്ങനെ പെട്ടെന്ന് അംഗീകരിക്കില്ല. അത് ഈഗോയെ ഹർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാൽ കൊണ്ടുപോകും. അത് ഈ അന്ധവിശ്വാസങ്ങളെ ബിസിനസ് ആക്കുന്നത് ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്ന് തോന്നുന്നല്ലേ? അത് ബിസിനസ് മനുഷ്യൻ എല്ലാ കാര്യത്തിലും ചെയ്യുന്നതാണ്. അന്ധവിശ്വാസങ്ങളിലേക്ക് വരുമ്പോൾ അത് ഒരുപാട് നമുക്ക് കൂടുതൽ റിസ്ക് സംഭാവന ചെയ്യുന്ന, പ്രത്യേകിച്ച് ഇല്ലാത്ത പ്രോഡക്റ്റാണ് അവർ വെക്കുന്നത്. ബാക്കി എല്ലായിടും നിങ്ങളിപ്പോൾ മദ്യം വിറ്റാൽ പോലും അതൊരു റിയൽ പ്രോഡക്റ്റാണ്, അതിനൊരു ഇഫക്റ്റ് ഉണ്ട്. ആ ഇഫക്റ്റിന് തന്നെയാണ് ആൾക്കാർ മദ്യം വാങ്ങുന്നത്. പക്ഷേ ഇതല്ല, അങ്ങനൊരു സംഗതി ഇല്ല. അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ച് നിങ്ങളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള അന്ധവിശ്വാസ കച്ചവടക്കാർ ചെയ്യുന്നത്. അതുപോലെ ഈ കുറ്റകൃത്യങ്ങളും അന്ധവിശ്വാസവും തമ്മിൽ എവിടേക്കോ കെട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ട്. പല ഈ നരബലി പോലത്തെ സിറ്റുവേഷൻസ് വന്ന സമയത്ത് അത് ഒരു പകുതി അന്ധവിശ്വാസമാണ്, പക്ഷേ അത് ക്രൈമാണ്. അപ്പം അതിൻ്റെ ഒരു അല്ല, ഈ ക്രൈം എന്ന് പറയുന്നത് അത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറിയിട്ടുള്ളൊരു ഐഡിയ ആണ്. ചില കാര്യങ്ങൾ ഇന്ന് ക്രൈമാണെങ്കിലും പണ്ട് ക്രൈമല്ല. ഇപ്പോൾ റേഷ്യൽ ആയിട്ടുള്ള അവഗണന അല്ലെങ്കിൽ ഒരു പദപ്രയോഗം ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കേസെടുക്കാം. പക്ഷെ ഒരു 100 കൊല്ലം മുമ്പ് അത് അങ്ങനൊരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കില്ല. കൊലപാതകം പോലും ഒരു കാലത്ത് മനുഷ്യ സമൂഹങ്ങളിൽ അതൊരു വലിയ ഒരു നിയമപ്രശ്നമല്ല. അതിനകത്തുള്ളൊരു ധാർമ്മിക ശരി തെറ്റൊക്കെ വന്നിട്ടുണ്ടാകും. പക്ഷെ അപ്പോൾ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ പഴയ സാഹിത്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നോർമൽ കാര്യം പോലെ അല്ലെങ്കിൽ ഒരു ഹീറോയിക് പ്രവൃത്തിയായിട്ടൊക്കെ ചിലപ്പോൾ കൊലപാതകത്തെ പ്രസൻറ്റ് ചെയ്യും. നമുക്കറിയാലോ, ഇന്ന് നമുക്കങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. അപ്പം ഈ ക്രൈം എന്ന് പറയുന്നത് ഇന്നത്തെ സ്റ്റാൻഡേർഡിലാണ് അത് ക്രൈമായിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാം ഇന്നത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്, അത് ക്രൈം തന്നെയാണ്. അത് പക്ഷേ അന്ധവിശ്വാസമായിട്ട് നേരിട്ട് ബന്ധമില്ല. ഞാൻ പറഞ്ഞു, അന്ധവിശ്വാസം അല്ല ക്രൈം ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ ക്രൈം എന്ന് വിളിക്കുന്ന ആ പ്രവൃത്തി അയാൾ ചെയ്യുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് അന്ധവിശ്വാസമാണ്. അപ്പോൾ അയാളുടെ റാഷണലായിട്ടുള്ള ആ അന്ധവിശ്വാസം ഇല്ലായിരുന്നുണ്ടെങ്കിൽ അയാളത് ചെയ്യില്ലായിരുന്നു. അവിടെയാണത് പ്രശ്നമായിട്ട് മാറുന്നത്. ഇപ്പോൾ അയാളൊരു പറഞ്ഞ പോലെ നരബലി കൊടുത്ത ഒരു സിറ്റുവേഷൻ അത് കാണുമ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ നോർമലി ഒരു മനുഷ്യനെ കൊല്ലാൻ സാധ്യതയില്ല. പക്ഷേ അയാളുടെ ചില വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആ വിശ്വാസങ്ങൾ അയാൾ അടിച്ചേൽപ്പിച്ച മറ്റാരൊക്കെയോ അയാളുടെ ഈ ക്രൈമാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇത് നല്ല കാര്യമാണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ചിന്ത അയാളിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ മനുഷ്യൻ ഈ കുറ്റകൃത്യത്തിലേക്ക് പോകുന്നത്. നമ്മൾ നോക്കിയാൽ ഏത് പ്രവൃത്തിയും ചെയ്യുന്ന ആളിന് ആ പ്രവൃത്തിയിലൊരു ന്യായീകരണം ഉണ്ടാവും. അങ്ങനെ സ്വയം ന്യായീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തി മനുഷ്യർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്താൽ ഭയങ്കര ഡിസ്കംഫർട്ടാണ് നമുക്ക്. കാരണം നമുക്കത് റിഗ്രറ്റ് ഉണ്ടാക്കും, അത് ഭയങ്കര ഹെവിയാണ് നമുക്ക് ആ ഫീലിംഗ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിയാൽ നിങ്ങളെ ഇനി ഏറ്റവും ഭീകരമായ രീതിയിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ നിങ്ങളെ ചതിച്ച ഒരാൾക്ക് പോലും ആ പ്രവൃത്തിയിൽ അയാൾക്കൊരു ന്യായം ഉണ്ടാവും. അത് ന്യായം ആയിക്കൊള്ളണമില്ലെന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് ചിലപ്പോൾ നിയമവിരുദ്ധമായിരിക്കും, ചിലപ്പോൾ അത് അധാർമികമായിരിക്കും. പക്ഷെ അയാളുടെ മനസ്സിൽ അതിനൊരു ന്യായീകരണം ഉണ്ട്. അയാൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ന്യായീകരണം ഇല്ലെങ്കിൽ അയാൾ സ്വയം ന്യായീകരണം ഉണ്ടാക്കും. അത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു വീക്ക്നെസ്സാണ്, അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ കുറ്റകൃത്യങ്ങൾ പലപ്പോഴും ചെന്നുപെടുന്നത്. സ്വാഭാവികമായിട്ട് അപ്പം കൾപ്രിറ്റ് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ നോർമൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു ആധുനിക കാലഘട്ടത്തിലെ ഒരു സിറ്റിസൺ അയാൾക്ക് ബാധകമായിട്ടുള്ള വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള നിയമങ്ങളെപ്പോലും അവഗണിക്കുന്ന തരത്തിലേക്ക് അയാളുടെ ചിന്തയെ ഈ അന്ധവിശ്വാസങ്ങൾ സ്വാധീനിക്കുന്നു. അപ്പം അങ്ങനെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് അന്ധവിശ്വാസികളുണ്ട്. പക്ഷെ എല്ലാവരും നരബലിക്ക് പോകില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ചില ധാർമ്മിക മൂല്യങ്ങൾ കൂടിയുണ്ട്. അതിൻ്റെ മുകളിൽ ഓവർപവർ ചെയ്യാൻ മാത്രം അന്ധവിശ്വാസം വളർന്നിട്ടില്ല. വളർന്നാൽ അത് ചെയ്യും. അതാണ് വാർത്തയാകുന്നത്. ശരിക്കും അപ്പോൾ എവിടെയാണ് ഈ ചേഞ്ച് വരേണ്ടത്? എഡ്യൂക്കേഷനിൽ ചേഞ്ച് വരുന്നതിന് മുമ്പ് സമൂഹത്തിൽ ആളുകളുടെ മെൻറ്റാലിറ്റിയിലാണ് മാറ്റം വരേണ്ടത്. എഡ്യൂക്കേഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അത് കുട്ടികളുടെയോ ടീച്ചർമാരുടെയോ ഒന്നും മാത്രം ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യമല്ല. കുട്ടിയെ സ്കൂളിൽ വിടുന്ന പാരൻസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ഗവൺമെൻറ്റുകൾ, ആ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന പബ്ലിക്, ഇവരുടെ എല്ലാ ആറ്റിറ്റ്യൂഡാണ് ഇതിനെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് ഫണ്ടമെൻ്റലി മാറാതെ ഈ കാര്യത്തിൽ മാറ്റം പ്രതീക്ഷിക്കുന്നതിൻ്റെ മണ്ടത്തരാണെന്ന് ഞാൻ പറയൂ. അത് ഇന്നവേ നമ്മളുടെ രാജ്യത്തിൻ്റെ എക്കോണമിനെയും നമ്മളുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെയും ഡെമോക്രസിനെയും എല്ലാം ബാധിക്കുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമാണത്. നമ്മൾ
നമ്മളതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അതെ. കാരണം നമ്മൾ പറയുമല്ലോ ജോലി കിട്ടുന്നില്ല, എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തത്? നമ്മുടെ ആറ്റിറ്റ്യൂഡിലുള്ള വിഷയമുണ്ട്. അതായത് ആരോ ഉണ്ടാക്കിയ ജോലി നേടാനാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ജോലി സൃഷ്ടിക്കപ്പെടണമല്ലോ, ജോലി നമുക്ക് മുകളിൽ നിന്ന് കിട്ടില്ലല്ലോ. ഇവിടെ മനുഷ്യരുണ്ടാക്കണ്ടേ? സ്വന്തമായിട്ടൊരു തൊഴിൽ മേഖല ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ നമ്മുടെ ഈ കൾച്ചർ പറ്റില്ല. അപ്പം നമ്മൾ ആരോ ഉണ്ടാക്കുന്ന ജോലി നേടാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുകയും ജോലി ഉണ്ടാക്കുന്ന ആൾക്കാർ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ജോലി ഇല്ലാതെ വരുന്നത്. അപ്പോൾ അഭ്യസ്ത വിദ്യർക്ക് ജോലി ഇല്ല നമ്മൾ പറയും. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമാണ്. അത് പണ്ട് തുടങ്ങിയ സർക്കാർ ബ്രിട്ടീഷുകാർ അവർക്ക് ക്ലാർക്കന്മാരെ ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഫോർമൽ എഡ്യൂക്കേഷൻ തുടങ്ങിയത്. അവർ പോയിട്ട് 10-80 കൊല്ലമായി. നമ്മളിപ്പോഴും ആ സിസ്റ്റം അതേപടി തുടരുകയാണ്. അവർ മാറിയിട്ട് നമ്മൾ മാറിയിട്ടില്ല. അവിടെ ആയിരിക്കാം ചിലപ്പം ഈ പറഞ്ഞ കോക്രോച്ചസ് അഡ്രസ് ചെയ്ത സമയത്ത് ട്രിഗേർഡ് ആയത് ഒരു കൂട്ടം ആളുകൾ. അതൊരു മനുഷ്യർക്ക് പൊതുവിലൊരു പ്രത്യേകതയുള്ളത്, സ്വന്തം നിലനിൽപ്പിലേക്ക് ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ആക്ട് ചെയ്യാൻ തോന്നുന്നത്. അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. പക്ഷെ നമുക്ക് തോന്നിയില്ല അതാ വേറെ ആരുടെ പ്രശ്നമാണെന്ന് നമ്മൾ കരുതിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കളുടെ പ്രശ്നമായിട്ട് വന്നപ്പം കുറച്ച് പേർക്ക് ഉണർവ് വന്നാണ്. ഇനിയും ഒരുപാട് പേർക്ക് ഇനിയും ഉണർവ് വരാനുണ്ട്. അതാണ് പ്രശ്നം. ഈ തർക്കങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് തർക്കങ്ങൾ നമ്മളുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണാറുണ്ട്. ക്ലാസിക്കായിട്ട് ഉള്ള ഒരുപാട് തർക്കങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ക്യൂരിയസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഉത്തരം കിട്ടാത്ത ഒരു തർക്കം ആയിട്ട് തോന്നിയിട്ടുണ്ട്? ഉത്തരം കിട്ടാത്ത തർക്കം എന്ന് വെച്ചാൽ എത്ര പേരത് ആ സെൻസിൽ മനസ്സിലാക്കുന്ന അതിനോട് ഒരു രസമുള്ള തർക്കം എന്ന് പറഞ്ഞാൽ കണക്ക്, മാത്തമാറ്റിക്സ് ഇൻവെൻറ്റഡ് ആണോ ഡിസ്കവേർഡ് ആണോ എന്നൊരു തർക്കമുണ്ട്. അതായത് മാത്തമാറ്റിക്സിൻ്റെ നിയമങ്ങളൊക്കെ പ്രകൃതിയിലിരിക്കുകയും നമ്മൾ പോയി കണ്ടെത്തുകയും ചെയ്യുന്നതാണോ അതോ നമ്മളാണോ ഇത് ഉണ്ടാക്കിയെടുത്തത്? ഇതിപ്പോഴും സെറ്റിൽ ചെയ്തിട്ടില്ലാത്തൊരു ചോദ്യമാണ്. നമുക്ക് രണ്ട് രീതിയിലും ബാധിക്കാം. കുറച്ച് ഭാഗം കാണുമ്പോൾ നമുക്ക് തോന്നുന്നു പ്രകൃതിയിൽ തന്നെ ഉണ്ട്, കണക്ക് ഈ ഒരു റിലേഷൻഷിപ്പുകളെല്ലാം പ്രകൃതിയിൽ തന്നെ ഉണ്ട്. പക്ഷേ നമ്മളുടെ ഒരു ഭാഷയിൽ അത് പ്രകടിപ്പിക്കുന്നവരെ ആർക്കും ആ നിയമം കാണാൻ പറ്റില്ല. നമ്മൾ എഴുതി പിടിപ്പിക്കുകയോ നമ്മളൊരു സിമ്പലിലൂടെ കണ്ടുപിടിക്കുകയോ ചെയ്തു. അപ്പോൾ അത് നമ്മൾ ഇൻവെൻറ്റ് ചെയ്താണെന്നും പറയാം. ഞാൻ പറഞ്ഞു ഇതൊരു പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ്. അങ്ങനെ ഒരുപാട് ഡിബേറ്റുകളുണ്ട് അക്കാഡമിക്കിൽ. ഇപ്പൊ ഇത് പറഞ്ഞ പോലെ ആദ്യമൊക്കെ നമ്മൾ സ്ഥലങ്ങളൊക്കെ ഇൻവെന്റ് ചെയ്തു എന്ന് പഠിച്ചു വന്നിട്ട് പിന്നീടല്ലേ അതിനെ ഡിസ്കവർ അതവിടെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്നത് ഇൻവെന്റ് ചെയ്യുന്നതാണ്. അത് പ്രകൃതിയിൽ ഒളിഞ്ഞിരുന്നിട്ട് നമ്മൾ പോയി കണ്ടെത്തുന്നതല്ല. പക്ഷേ അമേരിക്ക അവിടെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴും പഠിക്കുന്നതാണ് കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എന്നാണ്. പക്ഷേ കൊളംബസ് അവിടെ ചെന്നിട്ട് അവർക്ക് വേറെ പേരൊക്കെ കിട്ടും. അപ്പം ആദ്യം പുള്ളി പോയത് ഈ വെസ്റ്റ് ഇൻഡീസിലാണല്ലോ പോയത്. പുള്ളി അവിടെ ചെന്നാണ് ആ പേരൊക്കെ ഇട്ട്. നമ്മൾ ചരിത്രം നോക്കുമ്പോൾ അങ്ങനെ അത് വേറെ തന്നെ ഒരു വിഷയമാണ്. അവരെന്തിനാണ് ഈ കടലിറങ്ങി പുറപ്പെട്ടതെന്നും യൂറോപ്യന്മാരെന്തിനാണ് കോളനി ഉണ്ടാക്കാൻ ഇറങ്ങിയത് അങ്ങനെയൊക്കെയുള്ള അത് വേറൊരു വിഷയം, അതിലേക്ക് പോകണ്ട. അപ്പോൾ ഇൻവെൻഷൻസും ഡിസ്കവറീസും തമ്മിലെപ്പോഴും ആ വ്യത്യാസമുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ചില കാര്യങ്ങൾ നമുക്ക് ഡിസ്കവർ ചെയ്യാനാണ് പറ്റുക. ഇപ്പോൾ ഫിസിക്സിലെ നിയമങ്ങൾ ഡിസ്കവേർഡാണ്. നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഗ്രാവിറ്റി പ്രവർത്തിക്കും. ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പും ഗ്രാവിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പല സാങ്കേതിക വിദ്യകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇല്ല, പ്രകൃതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതെ. അപ്പം സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ വാട്സാപ്പ് ത്രൂ ഒക്കെ ഇൻഫോസ് നമുക്ക് കിട്ടുന്ന ഫേക്ക് ഇൻഫോസ് കിട്ടുന്ന കാര്യം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് ഈ ഒരു സമയത്ത് കൂടി വരിക, അതിനൊരു സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടാത്തതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇൻഫർമേഷൻ അങ്ങോട്ട് ഫ്ലോ ആവുക നമ്മളിലേക്ക്. അത് എത്രത്തോളം നമ്മളെ പിന്നോട്ട് നടക്കാൻ പ്രേരിപ്പിച്ചു? അത് നമ്മളെ അത് നമ്മളെപ്പോഴും അതിനെ കാണേണ്ടത് ഇതൊരു പുതിയ പ്രതിഭാസമല്ല. അത് മിസ്ഇൻഫർമേഷൻ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ താരതമ്യം ചെയ്ത ട്രൈബ് എന്ന് പറഞ്ഞാലും അവിടെയും മിസ്ഇൻഫർമേഷൻ വരും. അപ്പോൾ അത് നമ്മൾ കരുതുന്നത് പോലെ അല്ല, അത് നമുക്ക് പരിചയമുള്ളത് പോലെ അല്ല അത് പ്രവർത്തിക്കുന്നത്. അത് അവർക്ക് അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ തെറ്റായ അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു കൊടുക്കും. പക്ഷേ അതവർ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് പഠിക്കും. അങ്ങനെയല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോംപ്ലക്സ് ആയിട്ട് നമ്മൾ സമൂഹം ഇങ്ങനെ ബിൽഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സമയമെടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നിപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന ഒരു തീരുമാനം 10 കൊല്ലം കഴിയുമ്പോൾ സമൂഹത്തിൽ എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ഐഡിയ ആണ്. മറ്റേ സ്ഥലത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇന്നത്തെ തീരുമാനം ഇപ്പോഴാണ് ഡിഫറൻസ് ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെ 10 കൊല്ലം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രസക്തി. നമുക്കങ്ങനെയല്ല. നമ്മുടെ ഒരു യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ ഒരു പോളിസി, ഒരു ലോ അവർ പാസ്സാക്കി കഴിഞ്ഞാൽ ചില 15 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ രീതി തന്നെ മാറ്റിമറിക്കുന്ന നിയമങ്ങളായിരിക്കും അത്. അപ്പോൾ ആ നിയമത്തെക്കുറിച്ചും സമൂഹത്തിൽ അതെങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതും നമ്മുടെ എക്കോണമിയെയോ സാമൂഹിക രീതിയോ ഒക്കെ എങ്ങനെ ബാധിക്കുമെന്നൊക്കെ ഉള്ള സാമൂഹ്യ ശാസ്ത്രത്തിലെ കാര്യങ്ങളെ അതേപോലെ നോക്കി കാണാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ളവർക്ക് മാത്രമേ അല്പമെങ്കിലും മുമ്പോട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു പ്രശ്നം അവിടെ
നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ മിസ്ഇൻഫർമേഷനെ കാണാൻ. മിസ്ഇൻഫർമേഷൻ അപകടമാവുന്നത് ഇങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഇന്നത്തെ ഡിജിറ്റൽ ടെക്നോളജിയൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് മാത്രമാണ്. നിങ്ങൾക്കൊരാൾ പറയുന്ന അയാളുടെ ആശയം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അയാളുമായിട്ട് മുഖത്ത് നോക്കി സംസാരിക്കുക എന്ന് മാത്രമേ നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷനുള്ളൂ. ഇപ്പോൾ സംസാരിക്കുന്നതോടുകൂടി ആ ആശയം അവിടെ തീരുകയാണ്. കാരണം അതെങ്ങും രേഖപ്പെടുത്തുന്നില്ല. നമ്മൾ എഴുതാൻ പഠിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഈ മുഖത്തോട് മുഖം അല്ലാത്തൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത്.